സാർ, ഞാൻ സാറിനോടാണ് ആദ്യം ചോദിക്കുന്നത്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ തലമുറയിൽ രാഷ്ട്രീയമെന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ താല്പര്യം വരുന്നത് ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമരത്തിലെ രാഷ്ട്രീയം, അതായത് ഗാന്ധിജി, നെഹ്റു, അബുൽ കലാം ആസാദ്, രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാധാകൃഷ്ണൻ, രാജഗോപാലാചാരി, അങ്ങനെയുള്ളൊരു നേര നമ്മൾ വായിച്ച് വളരെ ഇൻസ്പയർഡ് ആയിട്ടാണ് പൊളിറ്റിക്സിൽ ചെറിയ താല്പര്യം വരുന്നത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവപ്രകൃതരായുള്ള ആളുകളാണ്. ഗാന്ധിജിക്കൊക്കെ ചെറിയ നർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗൗരവമായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. പിന്നെ ഇപ്പോൾ എത്തുമ്പം സാറൊക്കെ അവതരിപ്പിക്കുന്ന വീഡിയോകളും മറ്റും കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു കോമഡി ഉള്ളൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ കോമഡിയാണ്. അതെന്താ അങ്ങനെ ഒരു മാറ്റം? അല്ല, കാലാന്തരത്തിൽ എല്ലാ സംഗതികൾക്കും മാറ്റം വരും. സ്വാഭാവികമായിട്ടും നിലവാര തകർച്ച ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ടും ഇത് കോമഡിയായിട്ടും മാറും. പണ്ട് ആളുകൾ തമാശയായിട്ട് പറയാറില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് അരുൺ നെഹ്റുവിലേക്ക്, സർദാർ പട്ടേലിൽ നിന്ന് അഹമ്മദ് പട്ടേലിലേക്ക്, അതെ, സർദാർ പട്ടേലിൽ നിന്ന് അഹമ്മദ് പട്ടേലിലേക്കും അതുപോലെ മഹാത്മാഗാന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്കും ഉള്ള പുരോഗതിയാണ്. എന്ന് പറയുന്നതിൽ കാലാന്തരത്തിൽ മാറ്റം വരും, എല്ലാത്തിനും മാറ്റം വരും. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയത്തിലും മാറ്റം വരും എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ അങ്ങനെ വലിയ ഗൗരവക്കാരൊന്നും വരുന്നില്ല. അതിലും വലിയ നർമ്മം, തമാശ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജി തന്നെ IMS നമ്പൂതിരിപ്പാട് ഒറ്റക്കാഴ്ചയിൽ ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം ഭീകരമായ തട്ടുകളൊക്കെ തട്ടിയിട്ടുണ്ട്. എപ്പോഴും വിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേപോലെ ഇല്ല, സംസാരിക്കുമ്പോൾ മാത്രമേ വിക്കുള്ളൂ എന്ന് പറഞ്ഞ് EMS ഉണ്ടായിരുന്നു. അതുപോലെ ഗാന്ധിജി ഭയങ്കരമായ സംഗതികളൊക്കെ തട്ടി. ഗാന്ധിജിയെക്കുറിച്ച് നമ്മുടെ MO മത്തായിയുടെ പുസ്തകത്തിലുള്ള ഒരു സാധനം, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഡൽഹിയിലുള്ള ചില കുസൃതിക്കാർ അദ്ദേഹത്തിൻ്റെ മകൻ ദേവദാസ് ഗാന്ധിയെ രാഷ്ട്രം എന്ന് വിളിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഏത് കാലത്തും ഇതിനൊക്കെ ഒരു സ്കോപ്പുണ്ട്. പിന്നെ പഴയ കാലത്ത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന് ഈ പനമ്പള്ളി ഗോവിന്ദ മേനോനൊക്കെയുള്ള അസാമാന്യമായ റിട്ടോർട്ട്, തിരിച്ചടിക്കാനുള്ള കഴിവ്. 1956 ഈ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ച് പോകുന്ന സമയത്ത് നിയമസഭയുടെ അവസാനത്തെ സെഷനിൽ TV തോമസ് ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചു. TV തോമസ് പ്രതിപക്ഷ നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളായിരിക്കും, അതായത് പ്രതിപക്ഷക്കാർ ഭരണപക്ഷത്തായിരിക്കുമെന്നാണ്. അതിന് പനമ്പള്ളി കൊടുത്ത മറുപടി ചരിത്ര പ്രസിദ്ധമാണ്. ഞാനിരിക്കുന്ന ഈ കസേരയിൽ എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ തോമസ് ഇരിക്കണമെങ്കിൽ അതിന് ഞാൻ കാണുന്ന ഒരേ ഒരു സാധ്യത, അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ വക തമാശകളുടെയൊക്കെ തന്നെ നിലവാരം വല്ലാതെ കുറഞ്ഞു പോയി. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയൊക്കെ സമയത്ത് UDF സർക്കാർ അതിനു മുമ്പ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്താണ്, രാത്രി ഒരു 11 മണി സമയത്ത് ഞാനെന്തോ എഴുതിക്കൊണ്ട് കുറിച്ചിട്ടിരിക്കുന്ന സമയത്ത് പരിചയക്കാരനായ ഒരു പത്രപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു MLA പേര് പറയും. നമ്മളുടെ പേരിപ്പോൾ പറയുന്നത് ശരിയല്ല. ആ MLAക്ക് നാളെ നിയമസഭയിൽ പറയാനായിട്ടൊരു 10 തമാശ പറഞ്ഞോളൂ. ഞാനെന്ത് ഈ തമാശകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ആണെന്നാണോ ഇയാൾ ധരിച്ചത്? എനിക്കറിയില്ല. പിന്നെ ആലോചിച്ചപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര തമാശയല്ലേ. ഒരു MLAക്ക് നിയമസഭയിൽ പറഞ്ഞിട്ട് തമാശകൾ സപ്ലൈ ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഒരു ഇപ്പോൾ പനമ്പള്ളിക്കാണെങ്കിൽ ആരും തമാശ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, അദ്ദേഹത്തിന് തന്നെ തോന്നുകയും അദ്ദേഹം ആ കൃത്യസമയത്ത് പറയുകയും ചെയ്യും. പിന്നെ നിയമസഭയിലൊക്കെ തന്നെ എന്നോട് സഖാവ് ചന്ദ്രപ്പൻ പറഞ്ഞിട്ടുള്ള അത് കരുണാകരനെക്കുറിച്ച്. കരുണാകരന് ഈ എതിരാളികളെ നിഷ്പ്രഭരാക്കാനും തകർത്ത് തരിപ്പണമാക്കാനും വലിയ കഴിവുണ്ട്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ആടിക്കുലുങ്ങിയുള്ള പ്രസംഗം അത് നിയമസഭാംഗങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. അന്ന് ഈ TV ചാനലൊക്കെ പറഞ്ഞൊക്കെ തൊട്ടു മുമ്പുള്ള സമയം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതെങ്ങനെ പൊട്ടിച്ച് കരുണാകരൻ നേർ വിപരീത ദിശയിൽ ഇങ്ങനെ പൊട്ടിക്കുക. അത് കാണുമ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ചിരിക്കും എന്നുള്ള അവസ്ഥയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ VSനെ തന്നെ മനസ്സിലായി ഇത് ആളുകൾ നമ്മളെ പരിഹസിക്കുകയാണ്. അപ്പോൾ പുള്ളി അത് തിരുത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം പുള്ളി പതിവില്ലാത്ത ഗൗരവത്തോട് നിയമസഭയിൽ വന്ന് സംസാരം പതിവ് ശൈലിയിൽ നിന്ന് മാറ്റി, ഇതുപോലെ വിദ്വാൻമാരടങ്ങുന്ന സഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചെറുപ്പകാലം മുതൽക്ക് പ്രവർത്തിച്ചതും പരിചയിച്ചതും ആലപ്പുഴയിലെ പാവപ്പെട്ട കയർ തൊഴിലാളികൾക്കും കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കും മധ്യത്തിലായിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് രസിക്കുന്ന രീതിയിൽ, അവർക്ക് രുചിക്കുന്ന ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു.
ഇതുപോലെ വിദ്വാൻമാരടങ്ങുന്ന പണ്ഡിതന്മാരിരിക്കുന്ന സഭയിൽ എൻ്റെ സംസാരം ചിലർക്കെങ്കിലും ഒക്കെ അരോചകമായി തോന്നുന്നുണ്ടാകാം. ഇനിമേലിൽ ഇവിടെ സംസാരിക്കുമ്പോൾ ഈ സഭയുടെ അന്തസ്സിനും കുലീനതയ്ക്കും ഇണങ്ങുന്ന രീതിയിൽ സംസാരിക്കാൻ പരിശ്രമിക്കാം. അവിടെ എത്തിയപ്പോൾ പുള്ളിയുടെ പിടുത്തം വിട്ടുപോയി. പൊതുവേ തമാശ പറയുന്ന ആളല്ല സഖാവ് ചന്ദ്രപ്പൻ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചിരിച്ച് പുള്ളി അത് ഓർത്തോർത്ത് ചിരിക്കരുത്. കാരണം വി എസിന് ഒരു പരിധിവരെ പിടിച്ചെത്താൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ സാക്ഷാൽ വി എസിൻ്റെ അകത്തുള്ള ഒറിജിനൽ വി എസ് പുറത്തേക്ക് വരും. അന്നാണ് പുള്ളി പറയുന്നത് ഈ 5 കൊല്ലം നിയമസഭാംഗം വരുന്നപ്പോൾ അത്രയും വിനോദകരമായൊരു രംഗം ഉണ്ടായിരുന്നില്ല. കരുണാകരനല്ല, അവിടെ വാച്ച് ആൻഡ് വാർഡുകാർ വരെ തല കുത്തിന്ന് ചിരിച്ചു എന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഗതികളും ഒരേ സമയത്ത് നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഉണ്ടാവും.